ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ മാസ്ട്രോ ആണ് വണ്ടി, പഴയ മോഡൽ മാസ്ട്രോ. നമുക്ക് വണ്ടി വർക്ക് കയറിയിട്ടുണ്ട്. അതിനകത്ത് മെയിനായിട്ട് നമുക്ക് പറയുന്നത് എഞ്ചിൻ ഓയിൽ മാറ്റാം, ഫ്രണ്ട് സൈഡിൽ നിന്നൊരു സൗണ്ട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ എഞ്ചിൻ്റെ ഓയിൽ ലീക്കും പെട്രോൾ ലീക്കും ഉള്ളതായിട്ട് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് വണ്ടി ചെക്ക് ചെയ്യാനായിട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ഓയിൽ ലീക്ക് ഉണ്ട് നിലവിൽ. അതായത് ഹെഡ് കവർ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് ഓയിൽ പുറത്തേക്ക് വന്നിട്ടുണ്ട്, ഈ സൈഡിലൊക്കെ ഓയിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗ്യാസ്കറ്റും ആ മൗണ്ട് റോബറും നമുക്ക് മാറ്റിയിടണം. പെട്രോൾ ലീക്കുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു നോക്കി. ഇപ്പോൾ കാർബറേറ്റർ അഴിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ വരുന്ന വണ്ടികളുടെ ഒക്കെ ഇതിൻ്റെയും കാർബറേറ്റർ കംപ്ലയിൻ്റ് ഉണ്ട്. കാരണം ഇപ്പോൾ ഉപയോഗിക്കാൻ കിട്ടുന്ന പെട്രോൾ എത്തനോൾ മിക്സ് ചെയ്തുള്ള പെട്രോളാണ്. അത് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ദ്രവിച്ച് പോകുന്ന കംപ്ലയിൻ്റ് ഉണ്ട്. കാർബറേറ്ററിൻ്റെ ഉൾഭാഗം ദ്രവിച്ച് പോകും. അതുമായി ബന്ധപ്പെട്ട് ഓവർഫ്ലോ വരും, ജെറ്റുകൾ ബ്ലോക്കായിട്ട് മിസ്സിങ് വരും. അതൊക്കെ കോമൺ ആണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ആ ലക്ഷണം വെച്ചിട്ട് നമ്മൾ കാർബറേറ്ററിൻ്റെ ഭാഗം കൂടി അഴിച്ചു. കംപ്ലയിൻ്റ് ഓൾറെഡി നമുക്ക് കിട്ടിയില്ല, പക്ഷേ നമുക്കത് കംപ്ലയിൻറ്റ് പറഞ്ഞേക്കണോണ്ട് തന്നെ നമ്മൾ കാർബറേറ്റർ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ അറിയാം അത്യാവശ്യം ഫംഗസ് പിടിച്ചാണല്ലോ, ഒരു പൊടി രൂപത്തിൽ ദ്രവിച്ച് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ. അപ്പോൾ നമുക്ക് തൽക്കാലം കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. ഈ സ്ലോജറ്റൊക്കെ ബ്ലോക്കായി പോയി, ഫുൾ ബ്ലോക്കാണ്. അപ്പോൾ അതും നമുക്ക് കൂട്ടത്തിൽ കൂടെ ഒന്ന് മാറ്റിയിടാം. പിന്നെ ഇതിന് ഓവർഫ്ലോ ബൈ ചാൻസ് ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയുടെ പെട്രോൾ ടാപ്പ്, ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വാക്യൂം ടൈപ്പ് ടാപ്പാണ്. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് പെട്രോളിനകത്തേക്ക് സപ്ലൈ വരാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ മോഡലാണ്. പക്ഷേ ഇതിൻ്റെ ആ ഫംഗ്ഷൻ വർക്കിംഗ് അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ കാർബറേറ്റർ കഴിച്ച് വെച്ചേക്കാണ് സ്റ്റാർട്ടിങ്, അല്ലെങ്കിൽ പോലും പെട്രോൾ ഫുൾ ടൈം വന്നുകൊണ്ടിരിക്കുക. അതും ഒരു കാരണമാണ് ഈ പെട്രോൾ ഓവർഫ്ലോൻ്റെ പ്രോബ്ലം കാണിക്കാനായിട്ട്. കാർബറേറ്റർ ഓൾറെഡി കംപ്ലയിൻറ്റ് വരും, അതിപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നാൽ പോലും കാർബറേറ്ററിൻ്റെ ഈ അടിയിലുള്ള പെട്രോൾ മാത്രമാണ് സാധാരണ രീതിയിൽ പോകാറുള്ളൂ. നിസ്സാര പെട്രോളാണ് പോവുള്ളൂ. കാരണം ഞാൻ ആ ലെവൽ കുറച്ച് വരുമ്പോൾ നിസ്സാര പെട്രോൾ അതിൻ്റെ സാധാരണ രീതിയിൽ പോകും. അത് കോമൺ ആണ്. ഇപ്പോൾ ഒട്ടുമിക്ക വണ്ടികളിലും ഉണ്ട് കംപ്ലയിൻറ്റ്. പക്ഷേ നിലവിൽ ഈ പെട്രോളിൻ്റെ സെക്ഷൻ കറക്റ്റ് അല്ലാത്തതുണ്ട്. അതായത് ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ മാത്രമാണ് പെട്രോൾ ഇറങ്ങാൻ പാടുള്ളൂ എന്ന് പറഞ്ഞല്ലോ. ഇത് ഫുൾ ടൈം വന്നുകൊണ്ടിരിക്കണതുകൊണ്ട് തന്നെ ടാങ്കിലുള്ള പെട്രോൾ തീരണവരാ പെട്രോൾ പോയിക്കൊണ്ടിരിക്കും. അത് നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടൊന്നും വരില്ല. അപ്പോൾ നമ്മൾ ഈ കാർബറേറ്റർ ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. അതൊരു വഴിക്ക് നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം. ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക, സ്ലോജറ്റൊക്കെ മാറ്റി നമുക്ക് റീസെറ്റ് ആക്കാം. കൂട്ടത്തിൽ കൂടെ നമുക്ക് ഈ പെട്രോളിൻ്റെ ടാപ്പും ഈ പൈപ്പും കൂടി മാറ്റിയിടുന്നുണ്ട്. കാരണം പെട്രോൾ ടാപ്പ് എന്ന് പറഞ്ഞാൽ ആയിരിക്കണമായിട്ടാണ്. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് പെട്രോൾ കാർബറേറ്ററിലേക്ക് സപ്ലൈ വരാൻ പാടുള്ളൂ. ശരിക്കും അതാണ് അതിൻ്റെ റൈറ്റ് മെത്തേഡ്. ഇത് ആ ഫംഗ്ഷൻ ടാപ്പ് കംപ്ലയിൻ്റ് ആയിട്ട് ഫുൾ ടൈം പെട്രോൾ വന്നുകൊണ്ടിരിക്കുക. അത് ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് അത്ര ഗുണകരമല്ല. അപ്പോൾ അതും കൂടി നമ്മൾ എസ്റ്റിമേറ്റിൽ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററും പ്ലഗും കൂടി ചെക്ക് ചെയ്ത്, എയർ ഫിൽറ്ററൊക്കെ അത്യാവശ്യം അഴുക്കായിട്ടുണ്ട് കേട്ടോ. മാറ്റേണ്ട ഒരു ടൈമാണ്. ശരിക്കും എയർ ഫിൽറ്ററും പ്ലഗൊക്കെ 10,000 കിലോമീറ്ററാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. പ്ലഗിൻ്റെ അവസ്ഥ നോക്കുമ്പോഴും പ്ലഗും അത്യാവശ്യം നല്ല പോയിൻ്റൊക്കെ ഉപയോഗിച്ച് തീർന്നാണ്. അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും കൂടി നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തി മാറുന്നുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എഞ്ചിൻ ഓയിലാണ്. എഞ്ചിൻ ഓയിൽ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഓയിൽ റിട്ടേൺ ചെയ്യുന്ന ദിവസം പറഞ്ഞിട്ടുണ്ട്. പഴയ ഓയിൽ കൊടുക്കുന്ന ദിവസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓയിൽ മാറ്റുന്നുണ്ട് കൂട്ടത്തികളെ. പിന്നെയുള്ള കംപ്ലയിൻറ്റ് ഫ്രണ്ട് സൗണ്ട് പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് സൗണ്ട് എന്താണ് കംപ്ലയിൻ്റ് എന്ന് എനിക്ക് ഓടിച്ചിട്ട് മനസ്സിലായില്ല. പ്രത്യക്ഷത്തിലൊരു കംപ്ലയിൻറ്റ് എന്ന് പറയാവുന്ന ഒരു സൗണ്ടൊന്നും ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ബ്രേക്ക് കുറവൊക്കെ ഉണ്ടായിരുന്നു, അത് തൽക്കാലം സെറ്റ് ചെയ്തിട്ടുണ്ട്. ജനറലായിട്ട് സർവീസ് ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ മാത്രമാണ് നമ്മൾ നോക്കിയേക്കുന്നത്. അതിൻ്റെ എസ്റ്റിമേറ്റാണ് നമ്മളിപ്പോൾ വാട്സാപ്പിലേക്ക് ഇടണം കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ വർക്കിന് കയറ്റിയപ്പോൾ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.